സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ മാധ്യമപ്രവർത്തകൻ ടി.പി. നന്ദകുമാറിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. കേസിൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതി ജഡ്ജിക്ക് തീരുമാനിക്കാമെന്നും നിർദ്ദേശം. ബി ബാലഗോപാലുണ്ട്. ബാലു, ഈ കേസിന്റെ ഡീറ്റെയിൽസും സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസവും. പ്രതീക്ഷ, ക്രൈം ഓൺലൈൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്, വനിതാ രാഷ്ട്രീയ നേതാവിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഈ കേസിന് ആധാരം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് ക്രൈം ഓൺലൈനിന്റെ എഡിറ്ററായിരുന്ന ടി.പി. നന്ദകുമാറിനെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. ചോദിക്കൊണ്ടായിരുന്നു ഈ കേസുകൾ, BNSSലെ വകുപ്പുകൾ ഉൾപ്പെടെ ചോദിക്കൊണ്ടായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ നേരത്തെ നന്ദകുമാറിന് കേരള ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് ജസ്റ്റിസുമാരായ സന്ദീപ് മേത്തയും PB ബരാലയും അടങ്ങുന്ന ബെഞ്ച് നന്ദകുമാറിന് ഈ ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണമെന്നുമാണ് കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ഈ വിചാരണ കോടതി ജഡ്ജിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ കേസിന്റെ അന്വേഷണവുമായി നന്ദകുമാർ പൂർണ്ണമായും സഹകരിക്കണമെന്നും സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് ഇപ്പോൾ ടി.പി. നന്ദകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.